മരങ്ങളിൽ നിന്ന് ഇലകൾ പൊഴിയുന്നത് എന്തുകൊണ്ടാണ്? തണുപ്പ് കാലങ്ങളിൽ നമ്മളുടെ നാട്ടിൽ പ്രത്യേകിച്ച് നവംബർ, ഡിസംബർ, ജാനുവരി സമയത്തൊക്കെ മരങ്ങൾ ഇല പൊഴിക്കുന്നതും അതുപോലെ തന്നെ മഴക്കാലത്ത് തളിർത്ത് വളരുന്നതെല്ലാം സർവ്വസാധാരണമാണ് അല്ലേ? അത് പ്രകൃതിയുടെ ഒരു രീതിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിന് പിന്നിലെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിൽ ഭൂരിഭാഗം പേർക്കും വലിയ ധാരണയുണ്ടാവില്ല. മരങ്ങൾ ഇല പൊഴിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നവർക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. അതല്ല, ഇതിനെപ്പറ്റി അറിയാത്തവരാണ് നിങ്ങളെങ്കിൽ മരങ്ങൾ ഇല പൊഴിക്കുന്നത് ഭൂമിയുടെ പല ഭാഗത്തും പല സമയങ്ങളിലായിട്ടാണ്. ഉദാഹരണത്തിന് നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഇക്വേറ്ററിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ വിൻ്റർ സമയത്താണ് മരങ്ങൾ പൊതുവെ ഇല പൊഴിക്കുന്നത്. എന്നാൽ ഇക്വേറ്ററിനോട് ചേർന്ന് കിടക്കുന്ന ട്രോപ്പിക്കൽ സ്ഥലങ്ങളിലെല്ലാം ചൂട് കാലാവസ്ഥയിലാണ് ഇത് സംഭവിക്കാറ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മരങ്ങളും ഇല പൊഴിക്കാറില്ല എന്നൊരു വസ്തുതയാണ്. ഇല പൊഴിക്കുന്ന മരങ്ങളെ ഡെസിഡ്യൂസ് എന്നും ഇല പൊഴിക്കാത്തവയെ എവർഗ്രീൻ എന്നുമാണ് തരംതിരിച്ചിട്ടുള്ളത്. ഡെസിഡ്യൂസ് മരങ്ങൾക്ക് പൊതുവെ വലുപ്പം ഇത്തിരി കൂടിയ ഇലകളാണ് കാണപ്പെടാറ്. ഓക്ക് ട്രീ, മെയ്പ്പിൾ, അക്കേഷ്യ, നമ്മളുടെ നാടൻ തേക്ക് എന്നിവയെല്ലാം ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സൈപ്രസ്, മഹാഗണി, ടാമറിൻഡ്, നമ്മളുടെ നാടൻ പുളി എന്നിവയെല്ലാം എവർഗ്രീൻ ട്രീസിൻ്റെ എക്സാമ്പിൾസ് ആണ്. മരങ്ങൾ ഇലകളിലൂടെയാണ് പ്രകാശം ശേഖരിക്കുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ജലത്തിൻ്റെയും പോഷകങ്ങളുടെയും ഊർജ്ജത്തിൻ്റെയും അളവ് ഇലകളിൽ കൂടുതലാണ്. അങ്ങനെ റിസോഴ്സുകളുടെ കലവറയായിട്ടുള്ള ഇലകൾ കാലാവസ്ഥ മാറുമ്പോൾ ഡാമേജ് ആവുന്നത് മരങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ തരണം ചെയ്യാനായി മരങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ തണുപ്പോ അതോ ചൂടുള്ളതോ ആയിട്ടുള്ള കാലാവസ്ഥ വരുന്ന സമയത്ത് മരങ്ങൾ ഒരു പ്രത്യേകതരം ഹോർമോൺ റിലീസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നതിലൂടെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന എനർജിയും ന്യൂട്രിയൻസും എല്ലാം തന്നെ വേരുകളിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുന്ന അബ്സിഷൻ എന്ന പ്രോസസ്സിലൂടെ കടന്നു പോകാറുമുണ്ട്. ഇലകൾക്ക് പച്ച നിറം നൽകുന്ന ക്ലോറോഫിലാണ് ആദ്യം തന്നെ മരങ്ങൾ തിരിച്ചെടുക്കുന്നത്. ഇലകൾ പൊഴിയുന്നതിന് മുൻപായിട്ട് അതിൻ്റെ പച്ച നിറം മാറി ഒരു മഞ്ഞ കളറിലേക്ക് മാറുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഇലകളിലെ എല്ലാ പോഷകങ്ങളും ഊർജ്ജവും മരം അബ്സോർബ് ചെയ്തതിന് ശേഷമാണ് ഇലകൾ പൊഴിയുന്നത്. ആ ഇലകൾ മരമായി ബന്ധിപ്പിച്ചിരുന്ന സ്ഥലത്ത് പുതിയ കോശങ്ങൾ വന്ന് ഒരു പ്രൊട്ടക്ഷൻ രൂപം കൊള്ളുകയും ചെയ്യുന്നു. ഇതുകൂടാതെ ഈ സമയത്ത് നടക്കുന്ന മറ്റൊരു പ്രതിഭാസം എന്തെന്നാൽ ഇലകളുടെ അഭാവം മൂലം പൂമ്പൊടികൾക്ക് കൂടുതൽ ദൂരം യാത്ര ചെയ്യാനും അതിലൂടെ മറ്റു മരങ്ങളെ പോളിനേറ്റ് ചെയ്യാനും കഴിയുന്നു. ഇനി പൂക്കൾ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ വീഡിയോയും നമ്മളുടെ ചാനലിൽ കിടപ്പുണ്ട്. ഫ്രീ ആവുമ്പോൾ കയറി നോക്കിയാൽ മതി. സോ ബാക്ക് ടു ദ ടോപ്പിക്. മരങ്ങൾ ഇല പൊഴിക്കുന്നത് അവയുടെ പ്രധാനമായ പോഷകങ്ങളും എനർജിയും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരവും കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത ചോദ്യത്തിന് ഉത്തരവുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.